ഫാസിസം ഒരു ഭീകരാവസ്ഥയാണ്. ഫാസിസത്തിന് അന്നും ഇന്നും അക്ഷരങ്ങളെ പേടിയാണ്, എഴുത്തുകാരെ പേടിയാണ്, മുഖങ്ങളെ പേടിയാണ്, എന്തിനധികം പൂച്ചയെ വരെ പേടിയാണ്. ആ ഭയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചെന്ന് ആരോപിച്ച് മധ്യപ്രദേശിൽ 5 ഹാസ്യ കലാകാരന്മാരെ അറസ്റ്റ് ചെയ്തത്. കേന്ദ്രമന്ത്രി അമിത്ഷായെ ഇവർ വിമർശിച്ചതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. പുതുവത്സര രാവിൽ ഇൻഡോറിലെ കഫേയിൽ സ്റ്റാൻഡപ്പ് കോമഡി പരിപാടിക്കിടെയാണ് ഗുജറാത്ത് സ്വദേശി മുനവർ ഫാറൂഖി, എഡ്വിൻ ആന്റണി, പ്രക്കാർ വ്യാസ്, പ്രിയം വ്യാസ്, നളിൻ യാദവ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. പരിപാടിക്കിടെ കഫേയിലെത്തിയ ഹിന്ദുരക്ഷാ സംസ്ഥാ പ്രവർത്തകർ ഹിന്ദു ദൈവങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും അപമാനിച്ചെന്ന് ആരോപിച്ച് പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു. കലാകാരന്മാരെ ഇവർ മർദ്ദിച്ചു. പിന്നാലെ പോലീസ് എത്തി കലാകാരന്മാരെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇവിടെ ദൈവത്തെ അപമാനിച്ചു എന്ന പ്രയോഗമാണ് ഹിന്ദുരക്ഷാ സംസ്ഥാ പ്രവർത്തകർ രോഷം പൂണ്ട് അലറി വിളിച്ചിരുന്നത്. ദൈവവും പിന്നെ ദൈവതുല്യനായ അമിത്ഷായുമാണ് മുനവർ ഫാറൂഖി ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ചത്. എക്കാലവും ഫാസിസത്തിൻ്റെ ഒരു രീതി ഇങ്ങനെ തന്നെയാണ്. ഹിറ്റ്ലർ ചെയ്തിരുന്നത് പോലെ തന്നെ വിമർശിക്കുന്നവരെ കൊല്ലുക. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ആദ്യമായല്ല ഇത്തരമൊരു സംഭവം നാം കാണുന്നതും കേൾക്കുന്നതും. 2015 ബീഫ് തിന്നെന്ന് ആരോപിച്ച് മുഹമ്മദ് അഖ്ലാഖിനെ കൊന്നത് ഇന്ത്യൻ ജനത മറന്നിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ വീട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് ആട്ടിറച്ചിയാണെന്നൊക്കെ പിന്നീട് തെളിഞ്ഞതാണ്. കത്വയിൽ പീഡനത്തിന് ശേഷം കൊല ചെയ്യപ്പെട്ട ആസിഫയും മുസ്ലിം ആയതിൻ്റെ പേരിൽ നിരന്തരം ആരോപണങ്ങൾ നേരിടുന്ന അമീർ ഖാനും ഷാരൂഖ് ഖാനും മുതൽ എന്തിനധികം ക്രിസ്തുമത വിശ്വാസിയായതിൻ്റെ പേരിൽ തമിഴ് സിനിമാ നടൻ വിജയ് വരെ ഫാസിസ്റ്റ് ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നു. ഹിന്ദുക്കൾ എന്നാൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഹത്രാസ് അതിനൊരു വലിയ ഉദാഹരണമാണ്. ദിനം പ്രതിയുള്ള ദളിത് ആക്രമണങ്ങളെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. ഇവിടെ ഹാസ്യ കലാകാരന്മാരെ അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യത്തിൽ ആക്രമികൾ ആക്രോശിച്ചിരുന്നത് അമിത്ഷാ ദൈവമാണെന്നാണ്. പോകെ പോകെ ഒരു ചായക്കടക്കാരൻ മാത്രമായിരുന്ന മോദി പ്രധാനമന്ത്രിയായതിനാൽ അയാൾക്കൊരു സുപ്രീം പവറുണ്ടെന്നും അമാനുഷികനാണെന്നുമെല്ലാം പ്രതീക്ഷിക്കാം. അത് ഇന്ത്യയിലെ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം ജനങ്ങൾ വിശ്വസിക്കാനും സാധ്യതയുണ്ട്. ദൈവം പറയുന്നതെല്ലാം കേൾക്കുന്ന വെറും അടിമകളായി ജനങ്ങളെ ഭാവിയിൽ മാറ്റിയേക്കാം.